റീസെൻ്റ്ലി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ കൂട്ടിയെടുക്കാമെന്ന്. ലോ ഓഫ് അട്രാക്ഷൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനിലെ ഒരുപാട് കാര്യങ്ങൾ, ടൂൾസ്, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ആഗ്രഹങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിലുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ കുറച്ചും കൂടെ കൂട്ടാം, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ മാനിഫെസ്റ്റേഷൻ പവർ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന ഒരാൾക്കും, ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസമില്ല പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് നോക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ മുഴുവനും കാണുക, എങ്കിലേ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ നമ്മുടെ ഗ്രീൻ ട്രൂത്തിൻ്റെ പോസിറ്റീവ് ഫാമിലിയിലേക്ക്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അവിടെ എല്ലാ ആഴ്ചകളിലും നമുക്ക് ഫ്രീ സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. എന്നും പോസിറ്റീവായിട്ട് നിലനിൽക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നിലവിൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്നിലേക്ക് പ്രകടമാകണം, അല്ലേ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്. എന്നാലും കുറച്ചും കൂടെ ആ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. മിക്ക ആൾക്കാരുടെയും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ആവാനായിട്ട് പല തരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് വിഷ്വലൈസേഷൻ, അഫർമേഷൻ, 555 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, 333, 777, 369, ഇങ്ങനെ ധാരാളം ടെക്നിക്സ് ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയം, ഡൗട്ട്. ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിലൂടെ കൊടുക്കുന്ന പല ടെക്നിക്സ് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നടക്കുമോ ഇല്ലേ, ഇനി എപ്പോൾ നടക്കും, എത്ര ദിവസം വരെ ഞാൻ ചെയ്യണം, പല തരത്തിലുള്ള ഡൗട്ട്സാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അലൈൻമെൻറ്റ്. നമ്മുടെ ഫിസിക്കൽ അലൈൻമെൻറ്റ്, മെൻ്റൽ അലൈൻമെൻറ്റ്, സ്പിരിച്വൽ അലൈൻമെൻറ്റ്. കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്നു വെച്ചോളൂ. എൻ്റെ നമ്പർ എടുത്ത് നിങ്ങൾ എന്നെ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവണം, പ്രോപ്പറായിട്ടുള്ള റേഞ്ച് ഉണ്ടാവണം ഫോണിലും സിമ്മിലും. അതുപോലെ എനിക്ക് പ്രോപ്പറായിട്ട് കേൾക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ സിമ്മിലുള്ളത് ആ സിമ്മിൽ കൃത്യമായിട്ട് എന്തുണ്ടാവണം, റേഞ്ച് ഉണ്ടാവണം. സോ നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ആ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് അലൈൻഡ് ആണ് എങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് റിസീവ് ആവും. അപ്പോൾ എനിക്ക് നിങ്ങൾ എന്താണോ പറയുന്നത് നന്നായിട്ട് മനസ്സിലാവും. അതിനനുസരിച്ച് എനിക്ക് റിപ്ലൈ തരാൻ പറ്റും, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ഒരു കാര്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് പറയുമ്പോൾ കറക്റ്റായിട്ട് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, കറക്റ്റായിട്ട് അലൈൻഡ് അല്ല എങ്കിൽ യൂണിവേഴ്സിലേക്ക് എന്തില്ല, നിങ്ങൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പറയുന്ന ഇൻഫർമേഷൻ, നിങ്ങൾ ചോദിക്കുന്ന ആഗ്രഹം യൂണിവേഴ്സിലേക്ക് എത്തത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിനകത്തുള്ള, പ്രപഞ്ചത്തിനകത്തുള്ള എല്ലാ വസ്തുക്കളും എനർജി ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. എനർജി ഈസ് എവറിത്തിങ് ഈസ് എനർജി. എല്ലാം ആ ഊർജ്ജത്താലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഊർജ്ജം ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കോ ആ ഊർജ്ജവുമായിട്ട് അല്ലെങ്കിൽ ആ വൈബ്രേഷനുമായിട്ട് നിങ്ങൾ എപ്പോഴാണ് അലൈൻഡ് ആവുന്നത്, നിങ്ങൾ എപ്പോഴാണ് കണക്റ്റ് ആവുന്നത്, അപ്പോഴാണ് നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളിലേക്ക് റീച്ച് ആവുന്നത്, എത്തുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് ചോദിക്കുന്ന ഒരു വസ്തു, ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ വെറുതെ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ആ ഒരു കാര്യത്തിന് എത്രമാത്രം നിങ്ങൾ ആത്മാർത്ഥത കൊടുക്കുന്നു, എത്രമാത്രമാണ് നിങ്ങൾക്ക് അതിന് ആവശ്യകത ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്നു, അതിന് പാകപ്പെട്ട ഒരാളാണോ, ആ ഒരു കാര്യം കിട്ടിയാൽ ആ വ്യക്തി അത് നന്നായിട്ട് ഉപയോഗിക്കുമോ, കെയർഫുൾ ആയിരിക്കുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് ചെക്ക് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കാര്യം വെറുതെ ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് എടുത്ത് തരുമോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾ ചോദിക്കുകയാണ്, അച്ഛൻ ഒരു 5000 രൂപ വേണം സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിൽ കൊടുക്കാനാണ്. അപ്പോൾ വെറുതെ 5000 ചോദിച്ചു തരില്ല, റൈറ്റ്? അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പറയണം, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊക്കെ തരത്തിലാണ്, ആവശ്യം എന്താണ്, കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിനുള്ള പണം നിങ്ങൾക്ക് തരുന്നത്. സെയിം തിങ്, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് ചോദിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കത് റീച്ച് ആവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചാനൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫിസിക്കൽ അലൈൻമെൻറ്റ്, മെൻ്റൽ അലൈൻമെൻറ്റ്, സ്പിരിച്വൽ അലൈൻമെൻറ്റ്, നമ്മുടെ ഈ ചാനലുണ്ടല്ലോ, ഈ ചാനൽ എത്രമാത്രം ക്ലീൻ ആണോ അല്ലെങ്കിൽ ക്ലിയർ ആണോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ 5000 രൂപയുടെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾ 5000 രൂപ ചോദിക്കണം. ഫോർ എക്സാമ്പിൾ അത് ടൂർ പോകാനായിട്ടെന്ന് വെച്ചോ. അപ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം അല്ലേ. നമ്മുടെ വായ തുറന്ന് അച്ഛനോട് ചോദിക്കണം, എന്താ ഇങ്ങനെ കാര്യങ്ങളാണ്. സോ എത്രത്തോളം നിങ്ങൾ അച്ഛൻ നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, അവിടെ യെസ് ഓർ നോ, ഒന്നുകിൽ അദ്ദേഹം പണം തരും, ഇല്ലെങ്കിൽ അദ്ദേഹം പണം തരത്തില്ല. അതിനു മുന്നേ നമ്മൾ കുറച്ച് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമല്ലോ. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് പണം തരുന്നതും ആ പണം സ്കൂളിലോ കോളേജിലോ കൊടുത്ത് നിങ്ങൾ ടൂർ പോകുന്നതായിട്ടും സന്തോഷപൂർവ്വം ആ ടൂർ നിങ്ങൾ ആഘോഷിക്കുന്നതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം തന്നെ ഇനി അച്ഛൻ തരുമോ, ഇനി അച്ഛൻ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സോ ഈ തരത്തിലുള്ള ഡൗട്ട്സ് വരുന്നുണ്ട്. അവിടെ ആ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവില്ല. ഇനി നിങ്ങൾ ഫിസിക്കലി പോയി കാര്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ പോലും, വേർബലി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഡൗട്ട്, ഫിയർ, പേടി, എന്താ അച്ഛൻ ഇനി പണം തരുമോ, അച്ഛൻ ഇനി പണം തരുമോ, അച്ഛൻ പണം തരുമോ, എനിക്ക് ടൂർ പോകാൻ പറ്റൂലേ, ഇനി പറ്റുമോ, ഈ തരത്തിലുള്ള ഫിയർ, പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മറ്റൊരു കാര്യമാണ് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറയാം. നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കുന്ന ഇമോഷൻസും ഫീലിങ്സും എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്കും അത് വ്യാപിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫിയറും ഡൗട്ടോടു കൂടിയാണ് നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ പോയി കാര്യം സംസാരിക്കണമെങ്കിൽ, സംസാരിക്കുമ്പോൾ തന്നെ ആ കമ്മ്യൂണിക്കേഷനിലൊരു പ്രോബ്ലം ഉണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. അപ്പം ഇത് കേൾക്കുന്ന ആ വ്യക്തിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്രീക്വൻസി ലെവലിനനുസരിച്ചും ആ വ്യക്തിക്കും ഓട്ടോമാറ്റിക് ഡൗട്ട് വരും. ഇവനിത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടുണ്ടാവുമോ, എന്തിന് ഞാൻ 5000 രൂപ കൊടുക്കണം, ഈ തരത്തിലുള്ള ഡൗട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പാർട്ട്ണർ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആരാണോ ആ വ്യക്തിക്കും സ്പ്രെഡ് ആവും. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസും ഫീലിങ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ടൂർ പോകാൻ ആഗ്രഹമുണ്ട്, ആ ടൂറ് പോയതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കും. മനസ്സിലാവുണ്ടോ? പക്ഷേ ഉള്ളിൽ ഇല്ലായ്മയാണ്, സങ്കടമാണ്, ദുഃഖമാണെങ്കിലോ അതായിരിക്കും നടക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു പേരിലൂടെ പറയാം, ഫിസിക്കൽ തിങ്ങും മെറ്റാഫിസിക്കൽ തിങ്ങും. ഈ മെറ്റാഫിസിക്കൽ തിങ്ങിലാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഫീലിങ്സ്, ഇമോഷൻസ്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻസും അങ്ങനെയൊക്കെ. ഇനി ഫിസിക്കൽ തിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂചിപ്പിച്ചു, നമ്മുടെ കണ്ടെയ്നർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു വസ്തു എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അതിനുമായിട്ട് പാകപ്പെടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു പാത്രത നിങ്ങളിൽ ഉണ്ടാവണം. എക്സാമ്പിൾ, ഇപ്പോൾ 5 ലിറ്റർ ആയിട്ടുള്ള ഒരു വെള്ളം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചോളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള കണ്ടെയ്നർ 3 ലിറ്ററിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 5 ലിറ്റർ വെള്ളം അതിലൊഴിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ ആ കണ്ടെയ്നർ, പാത്രം 5 ലിറ്റർ കൊള്ളാൻ പറ്റാത്ത ഒരു പാത്ര ലെവലാണ്. അപ്പോൾ നമ്മൾ 5 ലിറ്റർ നമുക്ക് എടുക്കാൻ പറ്റില്ല. സെയിം തിങ്, നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിരിപ്പുണ്ട് എങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ ഇല്ലേ നോക്കണം. അത് ഫിസിക്കൽ തിങ്ങിലാണ് നോക്കുന്നത്, ഇല്ലേ? എക്സാമ്പിള് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മകൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം ഒന്ന് സൂചിപ്പിക്കാം. അച്ഛനും മകനും കൂടെ ബീച്ചിലൂടെ നടക്കുന്നു. അപ്പോൾ ഐസ്ക്രീം കണ്ടു. അപ്പം കുഞ്ഞു പറഞ്ഞു, അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആ കുട്ടിയോട് ചോദിച്ചു, ഏത് ഐസ്ക്രീം വേണ്ടേ? അപ്പം എനിക്ക് ഇന്ന ഐസ്ക്രീം വേണം, ഇത്ര വേണമെന്ന് പറഞ്ഞു. 2 ഐസ്ക്രീം പറഞ്ഞു. 2 ഐസ്ക്രീം എന്ത് ചെയ്തു? വാങ്ങിച്ചു കൊടുത്തു. ഈ സന്തോഷത്തിൽ എന്ത് ചെയ്തു? കുട്ടി തുള്ളിച്ചാടിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം തറയിൽ പോയി. കുട്ടി വീണ്ടും കരഞ്ഞു, അച്ഛാ ഐസ്ക്രീം പോയി, എനിക്ക് വീണ്ടും വേണമെന്ന്. അച്ഛൻ വീണ്ടും എന്ത് ചെയ്തു? ഐസ്ക്രീം മകനോട് ചോദിച്ചു, എനിക്ക് വീണ്ടും 2 ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനോട് വാങ്ങിച്ചു കൊടുത്തത് എത്രയാ? 1 ഐസ്ക്രീമേ വാങ്ങിച്ചു കൊടുത്തോളൂ.
ബിക്കോസ് 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവന് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീണ്ടും 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഞാനൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. അവൻ ആദ്യം ഒരെണ്ണം കഴിച്ച് അത് ഓക്കെ ആവട്ടെ, അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാം. റൈറ്റ്? അതാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്ന ഡിസിഷൻ. സെയിം തിങ് പ്രപഞ്ചവും നിങ്ങളെ നിരീക്ഷിക്കും. പ്രപഞ്ചം നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് തരണമെങ്കിൽ, അത് നിങ്ങളിലേക്ക് റീച്ച് ആവണമെങ്കിൽ, അതിനുള്ള ആ ഒരു പാത്രതയിലേക്ക് പാകപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് യൂണിവേഴ്സ് ചെക്ക് ചെയ്യും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യിപ്പിക്കും. ബിക്കോസ് എന്നാണോ നിങ്ങൾ അതിൽ പാകപ്പെടുന്നത്, നിങ്ങൾ എന്നാണോ അതിനായിട്ട് അനുയോജ്യമായി നിൽക്കാൻ പറ്റുന്നത്, അന്നേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ പാത്രത നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ മാറ്റണമെന്ന് പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. സംടൈംസ് ഈ നമ്മൾ മിറാക്കിൾസൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലേ. മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. എന്താ? ഒരു ലോട്ടറി അടിക്കുന്ന വെച്ചോളൂ, കോടികൾ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഓണം ബമ്പർ, ക്രിസ്മസ് ബമ്പറൊക്കെ അടിക്കുമ്പോൾ കോടീശ്വരനാവും. ആ സമയത്ത് കുറച്ച് നാൾ അവർ വളരെ ഹാപ്പിയൊക്കെ ആയിരിക്കും. ഒരു 1-2 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ വീണ്ടും പഴയതിനേക്കാളും അപ്പുറം കടങ്ങളിലേക്കോ സീറോയിലേക്കോ പോയിക്കൊണ്ടുണ്ടാവും. കാര്യം ഒന്നും ഉണ്ടാവില്ല അവരുടെ കയ്യിൽ. പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ സംടൈംസ് നമ്മളെ പ്രപഞ്ചം തന്നെ നമുക്ക് പല തരത്തിലുള്ള ബ്ലെസ്സിങ്സ് തരുമ്പോൾ അത് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അറിയില്ല. ഓക്കെ? അറിയാതെ വന്നപ്പോൾ നമ്മൾ 1 കോടിയാണ് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കോടിയുമായിട്ട് കടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് മാനേജ് ചെയ്യാൻ നമുക്കറിയില്ലായിരുന്നു. ഇതിനാണ് പാത്രത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ നമുക്കറിയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രപഞ്ചം നോക്കുമ്പോൾ ഇങ്ങനെ അനലൈസ് ചെയ്യും. ഈ വ്യക്തിക്ക് ഇനി കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇവൻ ഇത്രയും രൂപ കൊടുത്തപ്പോൾ ഇവ അതിനേക്കാളും ബാധ്യതയാണ് ഉണ്ടാക്കി വെച്ചത്. സോ അവന് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എന്ത് ചെയ്യും? ആ പണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ബ്ലെസ്സിങ്സ് ഒക്കെ പോകും. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം വന്നാലും അത് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? കൂടുതൽ ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് കിട്ടത്തുള്ളൂ. സോ ടോട്ടലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീഫാണ്, വിശ്വാസം. എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്കൽ ബോഡിയും ആക്ട് ചെയ്യണം. ഓക്കെ? പണക്കാരനാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പണക്കാരനെ പോലെ നിങ്ങൾ ജീവിക്കണം. അല്ല പാവപ്പെട്ടവനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ അലൈൻമെൻറ്റും ഫിസിക്കൽ അലൈൻമെൻറ്റും രണ്ടും റോങ് ആവും. അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ക്ലാരിറ്റി വേണം നിങ്ങൾക്ക്. വേർ ദ ക്ലാരിറ്റി ഗോസ് പവർ എന്ന. നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്നത് ആ ക്ലാരിറ്റിക്ക് നല്ല പവർ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് വേർ ദ ഫോക്കസ് ഗോസ് എനർജി ഫോഴ്സ് എന്ന. നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടായിരിക്കും എനർജി ഫ്ലോ ചെയ്യുന്നത്. അപ്പം ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത് എന്താണെന്ന് കൃത്യമായിട്ടും ബോധ്യം വേണം. നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല എങ്കിൽ ഒരു പേപ്പറിൽ എഴുതുക. പേപ്പറിൽ എഴുതി നിങ്ങളുടെ റൂമിൽ ഒട്ടിച്ചേക്കുക, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മാനിഫെസ്റ്റ് ചെയ്താൽ മതിയാവും. അഞ്ചാമത്തെ പോയിന്റ്, ബി ഗ്രേറ്റ്ഫുൾ ഓൾവേസ്. എപ്പോഴും നന്ദിയുള്ളവരാകുക. നന്ദിയുള്ള ഒരാളാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നന്ദിയുള്ളവന് ധാരാളമായി കൊടുക്കപ്പെടും, നന്ദി ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടുമെന്ന്. ഓക്കെ? ഉള്ളവന് ധാരാളമായിട്ട് കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടുന്നു. അത് സൂചിപ്പിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നന്ദി എന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ബി ഗ്രേറ്റ്ഫുൾ ഓൾവേസ്, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാം, അതർവൈസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. എല്ലാവർക്കും സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യ, ആരോഗ്യം ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.